ഇല്ല 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 ഇവിടെ പറയാം എങ്ങനെയുണ്ട്. ടി വിയിലൊക്കെ വരുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു സിനിമയാണോ മണിച്ചിത്രത്താഴ്? അപ്പൊ ഇതിപ്പോ എങ്ങനെയാണ് എല്ലാ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇരുന്ന് കണ്ടപ്പോ? ആ ആ നമ്മൾ പുതിയൊരു സിനിമ കാണുന്ന ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ആ അതല്ല ഞാൻ ഉദ്ദേശിച്ച ഒരു പുതിയ സിനിമ വരുമ്പോൾ നമ്മൾ ഓഡിയൻസുമായിട്ടിരുന്ന ആ ഒരു എനർജിയിലിരുന്ന് കാണൂലേ, ആ ഒരു ഇത് ടി വിയിൽ ഒരുപാട് തവണ കണ്ടിരിക്കുമല്ലോ ഈ സിനിമ. അപ്പോൾ ഇത് തിയേറ്ററിൽ ഇപ്പോൾ 4K ക്വാളിറ്റിയിലും ഡോൾബി അറ്റ്മോസിലാണ് സൗണ്ട്. അപ്പോൾ അത് ഈ ഓഡിയോ ഒന്നിൽ തന്നെ കണ്ടപ്പോൾ എന്ത് തോന്നി, ഒരു ഡിഫറൻസ്? പിന്നെ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഏത് സിനിമയാണെങ്കിലും ടി വി കാണുന്ന പോലെ അല്ലല്ലോ നമുക്കിപ്പോൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഇത്ര നാളും കണ്ടതാണ്, ഒരുപാട് തവണ കണ്ടതാണെങ്കിലും നമുക്ക് ആ ഒരു ഫീൽ വരുന്നില്ല. ഇവിടെ വരുമ്പോഴത്തേക്കും ഓഡിയൻസിൻ്റെ ആ റെസ്പോൺസ് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അടിപൊളിയാണ്. ഒരു പുതിയ സിനിമ കാണാൻ വന്നൊരു ഫീലിംഗ് തന്നെയായിരുന്നു ഓഡിയൻസ്. തീർച്ചയായും പണ്ടത്തെ ഫിലിം ഇപ്പോൾ വന്നതിന് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. വീട്ടിൽ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എപ്പിക് മൂവിയാണല്ലോ, സോ സന്തോഷം. എന്തൊക്കെ ചേഞ്ചസ് തോന്നി ഇപ്പോഴത്തെ വന്നപ്പോഴത്തേക്ക്? നമ്മളിപ്പോൾ പണ്ട് ടി വിയിൽ കാണുന്നതാണല്ലോ കൂടുതലും. അപ്പം ഇപ്പം തിയേറ്ററിൽ വരുന്നതിന് കുറച്ച് ക്ലാരിറ്റി കുറച്ചുകൂടെ കാണാൻ പറ്റും. ദെൻ സൗണ്ട് ഇതൊക്കെ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ അത് ഓഡിയോ ഒന്നിൽ കണ്ടപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഭയങ്കര ഒരിക്കലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്തു. അതും പുതിയൊരു സിനിമ കാണുന്ന പോലെ തന്നെ തോന്നി, ഓഡിയൻസിന്റെ ഒരു റിയാക്ഷനും വിളിയും നമ്മൾ മോഹൻലാലൊക്കെ വരുമ്പോൾ ആ ഒരു റിയാക്ഷൻസ് ആസ് ഓൾവേസ് ചെയ്തുണ്ട്. മോളെ എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? കൊള്ളായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു അത്? ഈ 4K ഡോൾബി അറ്റ്മോസ്ഫിയറിൽ സൗണ്ട് ഒക്കെ നല്ല ക്വാളിറ്റിയിലല്ലേ? എപ്പോഴും തിയേറ്ററിൽ വന്ന് കാണണം. ഉണ്ടായിരുന്നു മണിച്ചിത്രത്താഴ്? ടി വിയിൽ എത്ര പ്രാവശ്യം കണ്ടാണ് ഈ ഒരു സിനിമ? കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. മണിച്ചിത്രത്താഴ് എങ്ങനെയുണ്ട്? ടി വിയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടാണല്ലോ. അപ്പോൾ ഒരു തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ എങ്ങനെയുണ്ട് ഈ 4K ഡോൾബി അറ്റ്മോസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഫ്രണ്ട്സുമായിട്ടാണല്ലോ വന്നത്. അപ്പോൾ എങ്ങനെ ആ ഒരു വൈബ് എങ്ങനെയുണ്ട്? നമ്മളൊരു പഴയ സിനിമയല്ല, ഒരു പുതിയ സിനിമ തന്നെ കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ. അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ ഒരു എക്സ്പീരിയൻസേ അടിപൊളിയായിരുന്നു. 4Kയിലൊക്കെ വന്നു. അപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ എങ്ങനെയുണ്ട്? നമ്മളെപ്പോഴും മണിച്ചിത്രത്താഴ് കാണുന്ന പോലെ തന്നെ അതേ ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. നമ്മൾ ടി വിയിൽ ഇത് ഒരുപാട് തവണ കണ്ടു കാണുമല്ലോ. അപ്പോൾ തിയേറ്റർ ഇതിലിപ്പോൾ 4K ആണ്, ഡോൾബി അറ്റ്മോസ് ആണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം? എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ടി വി കാണുന്ന പോലല്ല, കുറച്ചുകൂടി ഒരു ബെറ്റർ അനുഭവമാണ് 4Kയിൽ കാണുന്നത്. കാരണം നമ്മുടെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും തിയേറ്ററിൽ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളൊന്നോട് അതിനെ വന്ന് കാണുമ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് ഒരു ഓഡിയൻസിൻ്റെ കൂടെ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? ഒരു പുതിയ സിനിമ കാണുന്ന ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി മോഹൻലാൽ വരുമ്പോൾ ആ ഒരു നല്ല ഹ്യൂജ് അപ്രീസിയേഷൻ ഉണ്ട്. മോഹൻലാൽ മാത്രമല്ല ശോഭനയും സുരേഷ് ഗോപിയും വരുമ്പോൾ പിന്നെ കോമഡി രംഗങ്ങളും പേടിപ്പെടുത്തുന്ന അതേ ഫീൽ തന്നെ കാണാൻ പറ്റി. എക്സ്പീരിയൻസ് പണ്ട് ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഇതിൽ നല്ല ഓഡിയോ പിന്നെ റീമാസ്റ്ററിംഗ് ഒക്കെ നല്ലതായിരുന്നു. നല്ല എക്സ്പീരിയൻസ്. ഒരു പുതിയ സിനിമ റിവ്യൂലൊക്കെ ഉണ്ടോ കാണാൻ പറ്റും? ഓഡിയോ ഒക്കെ പേടിയാവുന്ന സീനൊക്കെ നല്ലതായിരുന്നു. തിയേറ്ററിൽ കാണാൻ വേണ്ടി സൗണ്ട് ക്വാളിറ്റി ഒക്കെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? 4Kയിലൊക്കെ എങ്ങനെയുണ്ട് കാണാൻ വേണ്ടി? എങ്ങനെയുണ്ടായിരുന്നു? കുറേ പ്രാവശ്യം കണ്ട സിനിമയില്ല, അപ്പോൾ എങ്ങനെയുണ്ട് തിയേറ്ററിൽ കാണാൻ വേണ്ടി? എങ്ങനെയുണ്ടായിരുന്നു? കണ്ടൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ടി വിയിൽ കുറേ കണ്ട സിനിമയില്ലേ, അപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ ആ ഒരു പുതുമ ഉണ്ടോ? തിയേറ്ററിൽ ഈ 4K ആ ഡോൾബി അറ്റ്മോസിൽ കണ്ടപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു ക്വാളിറ്റി? എന്തെങ്കിലും പറയും. സീരിയസ് ആയിട്ട് ആ പണ്ട് കണ്ട അതേ ഒരു എന്റർടൈൻമെന്റ് ഉണ്ട് അതിൽ. എങ്ങനെയുണ്ട് ഇവിടെ? എങ്ങനെ ഫീൽ ചെയ്യുന്നത്? വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിപ്പോ ഇന്ന് പോയാലും ടി വിയിൽ ഇട്ടായിരുന്നു കാണും. ശോഭനയുടെ സിനിമയാണ് മണിച്ചിത്രത്താഴ്. ടി വി ഒത്തിരി എണ്ണം കണ്ടിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഭയങ്കര മാജിക്കലായിരുന്നു. ഭയങ്കര ഫ്രഷ്നെസ് ഉള്ള പടമാണ്. കുറെ കണ്ട് മടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു.
ഭയങ്കര ഭീകര പെർഫോമൻസ് ആണ് ഇതെന്നുള്ളത് മനസ്സിലാവുന്ന സിനിമയും കൂടിയാണ് മണിച്ചിത്രത്താഴ്. ശോഭനയുടെ സിനിമയാണ്, ശോഭനയുടെ പെർഫോമൻസ് ആണ് ശോഭനയുടെ സിനിമയാണ്. എങ്ങനെയുണ്ട് മണിച്ചിത്രത്താഴ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് അടിപൊളിയാണ്. മണിച്ചിത്രത്താഴ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. തിയേറ്ററിൽ കാണുമ്പോൾ എങ്ങനെയുണ്ട്? ആ ഒരു ടി വിയിൽ കണ്ട സിനിമയല്ലേ? നമ്മൾ ടിവിയിലൂടെ കാണുന്ന പോലെയല്ല. തിയേറ്ററിൽ കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ. ഇഷ്ടമായി. ഇഷ്ടമായി. അവിടെ